വെള്ള കുപ്പായം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കലടാ നീ. നിനക്ക് കാണോ? നിനക്ക് കാണോ? തെളിവ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൂടി ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിന് പരിധി കൊണ്ടാ. ഈ കേക്ക് കെട്ടി എവിടെ കേക്ക് നീ തുണി അടിച്ചോ നിനക്ക്? അയച്ചോട്ടെ നിനക്ക്. ചേട്ടൻ പിന്നെ പോയപ്പോ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും നീ സംസാരിക്കാൻ പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കോണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ വയസ്സാദ്യം പോണത്. സൈക്കിളിന് പരിധിയുണ്ട്. കുറെ നേരെ കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീ ഉറക്കെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും ചെല്ല്. അല്ലെങ്കിൽ മുടിപ്പിക്ക് ചെന്ന് മെത്ത. സൈക്കിളിന് പരിധിയുണ്ട് പോലെ. തള്ളയായാലും തന്നയാണെങ്കിലും എന്ന് സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് സോറി വയ്ക്കുന്നോ? നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എന്റെ അനിയത്തിയോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് പോത്തേ ഉള്ളൂ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവർ കൊടുക്കുക തന്നെ വേണം.